രശ്മി പിള്ളെ കൊച്ചിയിൽ നിന്ന്. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിന്റെ 5ാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സിസ്റ്റംസ് അപ്രോച്ച് ഇൻ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിൽ. അപ്പോൾ അത് കോൾഡ് വാർ ടൈം, അതായത് പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ കോൾഡ് വാർ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ടെക്നോളജി, ആ കോംപ്ലക്സിറ്റി കോൾഡ് വാർ പീരീഡിൽ ടെക്നോളജി മാസ് ഡിസ്ട്രക്ഷനെ പറ്റി, അതായത് 2 സെക്കൻഡ് വേൾഡ് വാർ തീർന്ന ശേഷമാണ് ഇത് കോൾഡ് വാർ വരുന്നത്. ആറ്റം ബോംബ്സിനെ പറ്റിയെല്ലാം, ലെത്തൽ വെപ്പൺസിനെ പറ്റിയും, സൈബർനെറ്റിക്സിനെ പറ്റിയും, കമ്പ്യൂട്ടർ സയൻസും അതിൻ്റെ യൂസേജും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോംപ്രിഹെൻസീവ് യൂസ് ഒക്കെയാണ് നമ്മൾ ആ കോൾഡ് വാർ പീരീഡിൽ വന്നത്. ഈ കോൾഡ് വാർ പീരീഡിന്റെ കൂടെ ഡെവലപ്മെന്റ്, അതിന്റെ പരിണാമമായിട്ട് വരുന്നത് ഒരു ഡെവലപ്മെന്റ് ആണ്. ആ ഡെവലപ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ ജനറൽ സിസ്റ്റം തിയറി എന്ന് പറയും, GST എന്ന് പറയും. അതിനും അതിന്റെ ആപ്ലിക്കേഷൻസും ഓരോ സിസ്റ്റംസ് അപ്രോച്ചിലും ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, വേരിയസ് ബ്രാഞ്ചസിൽ കൂടെ അപ്ലൈ ചെയ്തു. നാച്ചുറലും സോഷ്യൽ സയൻസിലും ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ സിസ്റ്റത്തിന് എന്താന്ന് അറിയണം. ആദ്യം ഈ സിസ്റ്റം എന്താന്ന് വെച്ചാൽ, ഓരോ സിസ്റ്റം, ഓരോ ഫിനോമിനയില് സെൽഫ് ഓർഗനൈസേഷൻ, റിലേഷൻഷിപ്പ്, ഇന്ററാക്ഷൻ, ഇതൊക്കെയാണ് വേരിയസ് ആയിട്ടുള്ള എലിമെന്റ്സ്. ആ എലിമെന്റ്സിൽ കൂടെ നമ്മൾ ക്രിട്ടിക്കായിട്ട് റിഡക്ഷൻ ചെയ്ത് പോകുമ്പോൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള സോഷ്യൽ വേൾഡും ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള സോഷ്യൽ വേൾഡിനെ പറ്റിയും പരാമർശിക്കുന്നു. അപ്പോൾ നമ്മൾ സിസ്റ്റംസ് അപ്രോച്ചിൽ പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ, ഇന്റർനാഷണൽ റിലേഷൻസിൽ ഓരോ സിസ്റ്റത്തിനും അതിൻ്റെതായ ഫിനോമിനൽ എക്സാമിനിങ് ഫങ്ഷൻ ഉണ്ട്. അത് എത്രത്തോളം ഫങ്ഷൻ വരുന്നു, എത്രത്തോളം എലിമെന്റ്സ്, അതായത് നേഷൻ സ്റ്റേറ്റ്സിൽ എത്രത്തോളം വരുന്നു. ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് 4 ഡിസ്റ്റിങ്ഷ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയാ. അതായത് എലിമെന്റ്സ്, ഇന്റർകണക്ഷൻസ്, ഫങ്ഷൻ ഓർ പർപ്പസ്, അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് ഫോഴ്സ്. ഇതിൽ കൂടെ നമ്മൾ ഓരോ സിസ്റ്റത്തിലെ പറയുകയാണെങ്കിൽ തന്നെ എത്രത്തോളം എക്സാമ്പിളായിട്ട് നമ്മൾ പറയാൻ പറ്റുന്ന നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മൾ ഫുഡ് കഴിക്കുന്നു, അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഓർഗൻസ് പല വിധത്തിൽ അതിനെ ഡൈജസ്റ്റ് ആക്കുന്നു, ന്യൂട്രിയൻസിൽ വലിച്ചെടുക്കുന്നു, അങ്ങനെ ആ ബ്ലഡ് സിസ്റ്റത്തിലേക്ക് ഫോളോ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളുടെ ബോഡി വർക്ക് ചെയ്യുന്നത്. അതേമാതിരി തന്നെയാണ് സൊസൈറ്റിയിലും. ഓരോ സൊസൈറ്റിയിലും ആ സിസ്റ്റത്തിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് പറയുന്നത് ഓസ്ട്രിയൻ ബോൺ കനേഡിയൻ ബയോളജിസ്റ്റിനെ പറ്റിയാണ്. അതേമാതിരി ഈ കനോണിയൽ ടെക്സ്റ്റിൽ പറയുന്നത്, അങ്ങേര് പറയുന്ന അനുസരിച്ച് ഓരോ സിസ്റ്റത്തിന് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പോണൻസ് ഉണ്ട്. മ്യൂച്വൽ ഇന്ററാക്ഷനിലും, അതുകൂടാണ്ട് ഈ GST എന്ന് പറഞ്ഞ ഡിസിപ്ലിൻ വഴിയും നമ്മൾ ഓരോ പ്രിൻസിപ്പിൾസും ഉണ്ടാക്കുകയും അതിനെ വാലിഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ കൂടി അത് യൂട്ടിലൈസ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കോൾഡ് വാർ ടൈമില്, അതായത് അച്ചീവ്മെന്റ്സ് ഫീൽഡ്സ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും അതിന്റെ ബിഹേവിയറെ പറ്റിയാണ്. ഇത് 1949 ചിക്കാഗോ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി ഒരു കാര്യം പറഞ്ഞിരുന്നു, ബിഹേവിയറൽ സയൻസ് എന്നുള്ളത്. ആ ബിഹേവിയറൽ സയൻസ് ഇന്റഗ്രേറ്റ് ആയിട്ടുള്ള സ്റ്റഡി മെത്തേഡും ബയോളജിക്കലും സൈക്കോളജിക്കലും സോഷ്യൽ ഡയമെൻഷൻസിലെ ഹ്യൂമൻ ബിഹേവിയറെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്ന ശേഷം ഈ അച്ചീവ്മെന്റ് ഫണ്ടിങ് എങ്ങനെ വരും, ഫോർഡ് ഫൗണ്ടേഷൻ എന്നൊന്നുണ്ട്. ആ ഫോർഡ് ഫൗണ്ടേഷൻ വഴി സെൻട്രൽ ഫോർ അഡ്വാൻസ് സ്റ്റഡി ബിഹേവിയർ സയൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇത് കാലിഫോർണിയയിലാണ്. 1951 അത് എസ്റ്റാബ്ലിഷ് ആവുന്നത്. എന്നിട്ട് അവര് പല വിധത്തിലുള്ള ജനറൽ സിസ്റ്റത്തിലുള്ള എക്കണോമിസ്റ്റിനെയും അതേമാതിരി സൈക്കോളജിസ്റ്റിനെയും മാത്തമെറ്റീഷ്യൻ ബയോളജിസ്റ്റിനെയും വിളിക്കുകയും അവരെ കൊണ്ട് ആനുവൽ കോൺഫറൻസസ് നടത്തി അതിൽ കൂടെ പബ്ലിഷ് ചെയ്തു. ജനറൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ബുക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അതായത് ജെയിംസ് ഗർ മില്ലർ ഒരു ജേർണൽ ഇറക്കുന്നുണ്ട്, ബിഹേവിയർ സയൻസ് എന്ന് പറഞ്ഞിട്ട് 1956. അതിൽ കൂടെ അതിൽ പറഞ്ഞിട്ടത് ജേർണൽ ഓഫ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്നാണ് 1957. ഈ ബിഹേവിയറൽ സയൻസും എത്രത്തോളം ഇന്റഗ്രേറ്റഡ് ആണ്, ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഉണ്ട് ഈ സ്റ്റഡിക്കും അതേമാതിരി സോഷ്യൽ റിലേഷൻഷിപ്പിനും. ഇനി സോഷ്യൽ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞു വന്നപ്പോൾ ഇവിടെ
നമുക്ക് കണ്ടുപിടിച്ച GSTന്റെ സ്കെലറ്റൺ ഓഫ് സയൻസ് പറയുന്നത് മുഴുവൻ സ്ട്രക്ചറെ പറ്റിയാണ്. ആ സ്ട്രക്ചറിൽ കൂടെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന കൺസേൺഡ് ആയ ഡിസിപ്ലിൻസ് ആണ്. ആ ഡിസിപ്ലിൻസ് വെച്ചുകൊണ്ടാണ് ഈ തിയറിയിൽ, അതായത് പൊളിറ്റിക്കൽ തിയറിയിൽ ഓരോ എക്സാംസ്, ഓരോ യൂണിറ്റും കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഇന്റർനാഷണൽ റിലേഷൻസിൽ പറഞ്ഞിട്ടുള്ള ട്രഡീഷണൽ അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ, ഐഡിയോളജി, ഒരു നേഷൻ സ്റ്റേറ്റിന്റെ ഐഡിയോളജി എന്തോ അതാത് ക്യാരക്ടർ, അവിടുത്തെ ഹെഡിന്റെ ക്യാരക്ടർ സംബന്ധിച്ചിരിക്കും. അതേമാതിരി ഇന്റേണൽ മാറ്റേഴ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബിഹേവിയർ ഉണ്ടാവും ആ നേഷൻ സ്റ്റേറ്റ്സിന് എന്ന് പറയുന്നു. അപ്പോൾ ആ റെഗുലേറ്ററി ഫോഴ്സ്, അതായത് ഇന്റർനാഷണൽ സിസ്റ്റത്തിലും റെഗുലേറ്ററി ഫോഴ്സിലും എല്ലാം ആ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് എക്സാമിൻ ചെയ്തു വരുമ്പോൾ നേഷൻ സ്റ്റേറ്റ്സിന്റെ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ആവുന്നു. ഇനി മോർട്ടൺ കാപ്ലൻ എന്താണ് പറയുന്നത് വെച്ചാല്, മോർട്ടൺ കാപ്ലന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്, ആ കോൾഡ് വാർ ടൈമില് എല്ലാ രാജ്യത്തിനും ആകെ മൊത്തം നമ്മുടെ 2 സൂപ്പർ പവേഴ്സ് എന്ന് നമ്മൾ നേരത്തെ ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. US-ന്റെ ലീഡർഷിപ്പിലുള്ള ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും സോവിയറ്റ് യൂണിയൻ ആണ് ഇവിടെ ബാക്കിയുള്ള കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് ആയിട്ട് മാറുന്നത്. ഇവർ തമ്മിൽ ഉള്ള ബിഹേവിയറിൽ വ്യത്യാസം കാണുന്നുണ്ട്. ആ ബിഹേവിയർ വ്യത്യാസം വരുന്നത് ഇന്റർനാഷണൽ ലെവലിലാണ്. അതായത് ഈ റെഗുലാരിറ്റി, ഇന്റേണൽ കോംപ്ലിക്കേഷൻസും അതേമാതിരി ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ വരുന്ന ആദ്യമേ ഉള്ള മോഡൽസ് ഓഫ് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ എന്തായിരുന്നു എന്നുള്ളതാണ്. ഇതിനെ കാപ്ലൻ 6 തരത്തിലായിട്ട് ഇന്റർനാഷണൽ സിസ്റ്റത്തിനെ വിഭജിക്കുന്നുണ്ട്. 1 ദ ബാലൻസ് ഓഫ് പവർ സിസ്റ്റം, 2 ദ ലൂസ് ബൈപോളാർ സിസ്റ്റം, 3 ഹൈപ്പോത്തിക്കൽ, 4 ബൈപോളാർ സിസ്റ്റം. അതിന്റെ സിസ്റ്റത്തിൽ കൂടെ ഈ 6 സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇന്നിപ്പോ പരാമർശിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ എടുത്തു പറയുന്നത് ബാലൻസ് ഓഫ് പവർ സിസ്റ്റം ആണ്. ആ ബാലൻസ് ഓഫ് പവർ സിസ്റ്റത്തില്, ഈ സിസ്റ്റത്തിൽ കാണുന്നത് മൾട്ടി ഡൈനാമിക് 5 വിധത്തിലുള്ള ഡോമിനന്റ് പവേഴ്സ് ഉണ്ട്. യൂറോപ്യൻ പവേഴ്സ് ആണ്. ആ യൂറോപ്യൻ പവേഴ്സ് അവരുടെ ഡിപ്ലോമാറ്റിക് ചാനൽസ് വഴിയും അവര് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ കൂടെ വേരിയസ് ആയിട്ടുള്ള പവേഴ്സ് അവസാനം ഡിസ്ട്രക്ഷൻ വന്നു കഴിയുമ്പോൾ ഒരു ഓൾട്ടർ ദ സിസ്റ്റം എന്നുള്ള ലെവലിലേക്ക് പ്രൈമറി ഗോൾ ആയിട്ട് കൊണ്ടുവരുന്നത് ടു പ്രിസർവ് ദ സിസ്റ്റം എന്നാണ്. ഇതിൽ ഓരോ പവറും അറ്റംപ്ഷൻ ചെയ്യുന്നത് അടുത്തുള്ളവരെ ഡോമിനേറ്റ് ചെയ്യാനും അതേമാതിരി അതർ പവറിനെ അലയൻസ് കൂട്ടാനുമാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഭാഗം ഡിഫീറ്റ് കിട്ടിയാൽ, ഭാഗത്തിന് ഒരു ഡിഫീറ്റ് അല്ലെങ്കിൽ തോൽവി വന്നു കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തിനും ഇത് എഫക്റ്റ് ആയിട്ട് വരുന്നു. ഇനി ലൂസ് ബൈപോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ കൂടി നമ്മൾ പറയുന്നത് 2 റൈവൽ ബ്ലോക്സ് ഞാൻ നേരത്തെ പറഞ്ഞു, USA-യും യൂണിയനും. അതാണ് ബൈ എന്ന് പറയുന്നത്. 2 ബൈ എന്ന് വെച്ചാൽ 2 ബ്ലോക്ക്. ഇതില് ഒന്ന് ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം ആണ് USA സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ കമ്മ്യൂണിസമാണ് USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതില് ഈ സമയത്ത് ബാക്കി നമ്മൾ കണ്ടിട്ടുണ്ട് നോൺ അലൈൻഡ് സ്റ്റേറ്റ്സും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ലൈക്ക് UNO. അപ്പൊ ഇവിടെ UNOയുടെ ഒക്കെ ഉദ്ദേശം ഇനിയൊരു യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ ഇനിയൊരു യുദ്ധം വരാണ്ട് നോക്കണം എന്നുള്ളതാണ് വേൾഡ് വൈഡ്. കാരണം സെക്കൻഡ് വേൾഡ് വാർ ഭയങ്കര ഡിസാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് ഇനി ഒരു 3rd വേൾഡ് വാർ വരാൻ പാടില്ല എന്നുള്ളതാണ് യുണൈറ്റഡ് നേഷൻസിന്റെ നോട്ടം. ഇനി മൂന്നാമത്തതായിട്ട് പറയുന്നത് ടൈറ്റ് ബൈപോളാർ സിസ്റ്റം ആണ്. ഈ ടൈറ്റ് ബൈപോളാർ സിസ്റ്റത്തിൽ കൂടെ കോമൺ ആയിട്ടുള്ള ലൂസ് ആയിട്ടുള്ള ബൈപോളാർ സിസ്റ്റം തന്നെയാണ് ടൈറ്റ് ബൈപോളാർ സിസ്റ്റത്തിലും വരുന്നതെങ്കിലും 2 റൈവൽ ബ്ലോക്സും അവരുടെ ഹൈറാർക്കി ഓർഗനൈസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ ലൂസ് ബൈപോളാർ സിസ്റ്റത്തില് ഏതെങ്കിലും ഒരു സൈഡിൽ നോൺ ഹൈറാർക്കി ഓർഗനൈസ് ആയി കഴിഞ്ഞാൽ അതിന്റെ പരിണാമമായിട്ട് ഫീച്ചറായിട്ട്
ബാക്കിയുള്ള ബ്ലോക്സിനെയും അത് എഫക്റ്റ് ആവുന്നു. അപ്പോൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പറയുന്നുണ്ട് നോൺ അലൈൻഡ് സ്റ്റേറ്റ്സും ഇതിൽ കൂടെ ലൂസായിട്ടുള്ള സിഗ്നിഫിക്കൻസിൽ കൂടെ ഒരു ടൈറ്റ് ബൈപോളാർ സിസ്റ്റത്തിലേക്കാണ് എത്തിപ്പെടുന്നത് എന്ന്. ഇനി യൂണിവേഴ്സൽ സിസ്റ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇവിടെ ഡിസപ്പിയർ ചെയ്യുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ കൂടിയും UNO മെയിൻറ്റെയിനിങ് ദ വേൾഡ് പീസ്, ലോക സമാധാനമാണ് UNAയുടെ നോക്കം. ആ ഇതിൽ കൂടെ അവര് റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ്സിന്റെ റൂൾ ഓഫ് ലോ നോക്കിക്കൊണ്ടുപോകുന്നു. എങ്ങനെയാണ് യൂണിവേഴ്സൽ ആയിട്ട് ഇത് യുണീക്ക് ആയിട്ട് നേച്ചർ വർക്ക് ചെയ്യുന്നത്, ഇന്റഗ്രേറ്റഡ് ആയിട്ട് സോളിഡാരിറ്റി എങ്ങനെ കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് പെർഫോമൻസിൽ വഴി ജുഡീഷ്യലായിട്ടും ഇക്കണോമിക് ആയിട്ടും പൊളിറ്റിക്കലായിട്ടും ഇതിന്റെ ഫോർമേഷനെ പറ്റിയാണ് UNO നോക്കിപ്പോകുന്നത്. ഇനി ഹൈറാർക്കിക്കൽ സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ബൈപോളാർ സിസ്റ്റത്തിന്റെ കൂടെ 2 ബ്ലോക്സ് എന്ന് നേരത്തെ പറഞ്ഞു. ഈ ഹൈറാർക്കിയിൽ അവരെ പൊളിറ്റിക്കൽ ഹൈറാർക്കിയും ഐഡിയോളജിയും തമ്മിലുള്ള ഒരു എൻഫോഴ്സ്മെന്റ്, അപ്പോൾ റിമൈനിങ് എൻഫോഴ്സ്മെന്റ് ആയിട്ട് വരുന്നത് അത് കൊളാപ്സ് ചെയ്യുന്ന ബ്ലോക്കിനെയാണ്. അപ്പോൾ ഈ റിമൈനിങ് ബ്ലോക്ക് ആയിട്ടുള്ള, അതായത് ഓരോ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു സിനാരിയോ വരുമ്പോൾ അവര് ഹൈറാർക്കി സിസ്റ്റം ഐദർ ഒന്നല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ട് പോവും അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ആയിട്ട് പോവും. ഇനി ലാസ്റ്റ് ആയിട്ട് പറയുന്നത് യൂണിറ്റ് വീറ്റോ സിസ്റ്റം എന്നാണ്. ആ വീറ്റോ സിസ്റ്റം വഴി ഈ ഓരോ സ്റ്റേറ്റ്സിനും കേപ്പബിലിറ്റി ഉണ്ട്, ബാക്കിയുള്ള സ്റ്റേറ്റിനെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ അവര് അവെയറാണ് ഏതെങ്കിലും കോൺസിക്വൻസ് വന്നു കഴിഞ്ഞാൽ, അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഈ അഗ്രഷൻ അത് റിട്ടാലിയേറ്റ് ചെയ്യുന്നുള്ളത്. ആ കോൺഷ്യസ് തോട്ടിലാണ് ഈ ഡിസ്കറേജ് ചെയ്യുന്നത് ഓരോ സ്റ്റേറ്റും നേഷൻ സ്റ്റേറ്റും ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അഭിപ്രായങ്ങൾ. അപ്പോൾ കേപ്ലം ഇവിടെ പറയുന്നത് ഫീൽഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും ടെക്നോളജിയും മിനിമൈസ് ചെയ്തിട്ട് ആക്സിഡന്റലായിട്ട് ഒരു വാർ യൂണിറ്റ് വീറ്റോ സിസ്റ്റത്തിൽ കൂടെ കൊണ്ടുവരണം. ഇനി അപ്രോച്ച്, സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറഞ്ഞ് കെന്നത്ത് വാൾസ് പറയുന്നുണ്ട്. ഈ കെന്നത്ത് വാൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 3 ലെവൽ ഓഫ് അനാലിസിസ് ആണ് ഇന്റർനാഷണൽ റിലേഷൻസിൽ. ആദ്യത്തത് മാൻ, ദ സെൽഫിഷ് നേച്ചർ ഓഫ് മാൻ. രണ്ടാമത്തത് ദ ബിഹേവിയർ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൂന്നാമതായിട്ട് പറയുന്നത് പ്രഷർ ഓഫ് ദി ഇന്റർനാഷണൽ സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റം വഴി വാൾസിന്റെ അഭിപ്രായ പ്രകാരം വാർ അല്ലെങ്കിൽ യുദ്ധം എന്നുള്ളത് ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ സിസ്റ്റം ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിട്ടാണ് വരുന്നത്. അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഓരോ സ്റ്റേറ്റിന്റെ ബിഹേവിയറും സ്റ്റേറ്റിന്റെ ലീഡേഴ്സിന്റെയും നേഷൻ സ്റ്റേറ്റ്സിന്റെയും ബിഹേവിയറും എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇതില് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നാണ് വാൾസ് എടുത്ത് പറയുന്നത്. വാൾസ് ഒരു ബുക്ക് എഴുതിയായിരുന്നു, തിയറി ഓഫ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് 1979. അതിൽ വളരെ വ്യത്യാസമായിട്ട് കനോൺസ് ഓഫ് നിയോ റിയാലിസത്തിനെ പറ്റിയും സേലിയന്റ് ഫീച്ചേഴ്സ് ആയ സിസ്റ്റം അപ്രോച്ചിനെ പറ്റിയും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഇനി അടുത്ത് പരാമർശിക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ സിസ്റ്റത്തിന്റെ കോമ്പസിഷൻ ആണ്. ഈ കോമ്പസിഷൻ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് എന്താണ്, ആ സ്ട്രക്ചർ ആണ്. ആ സ്ട്രക്ചറിന്റെ കൂടെ ഇന്റർ ആക്ടിങ് യൂണിറ്റ് ഉണ്ട്. ഇതില് നേഷൻ സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ പറയാ. അപ്പോൾ ഈ ഇന്റർനാഷണൽ സിസ്റ്റത്തിന് 3 എലിമെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഒന്നാമത്തതായിട്ട് പറയുകയാണെങ്കിൽ പ്രിൻസിപ്പിൾ, ഓർഡറിംഗ് പ്രിൻസിപ്പിൾ. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഓരോ യൂണിറ്റിന്റെയും ഫങ്ഷൻ. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഓരോ ഡിസ്ട്രിബ്യൂഷൻ, മെറ്റീരിയൽ കേപ്പബിലിറ്റീസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോ ഈ അഭിപ്രായ പ്രകാരം തേർഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് സ്ട്രക്ചർ, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽ കപ്പാസിറ്റീസ് ബാക്കിയുള്ളവർക്ക് യൂണിറ്റ്സിലാണ് ഇന്റർനാഷണൽ സിസ്റ്റം എന്നുള്ള അത് അവിടെ അപ്ലിക്കബിൾ ആവുന്നത്. മെറ്റീരിയൽ കപ്പാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ആയിട്ട് മിലിറ്ററി വെപ്പൺസും മാൻ പവറും ആണ്. പിന്നത്തെ പറയുന്നത് എക്കണോമിക് ആയിട്ടുള്ള റിസോഴ്സസും
അതിൻ്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിനെയും വേണമെങ്കിൽ മെറ്റീരിയൽ കപ്പാബിലിറ്റി എന്ന് നമുക്ക് പരാമർശിക്കാം. ഇനി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു വരുമ്പോൾ അവിടെ ഒരു റെഗുലേറ്റിംഗ് ഫോഴ്സ് വരുന്നുണ്ട്. ഈ റെഗുലേറ്റിംഗ് ഫോഴ്സിൽ കൂടെയാണ് ഈ നേഷൻ സ്റ്റേറ്റ്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ മെറ്റീരിയൽ കാപ്പബിലിറ്റീസ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുപോകുന്നത്. ഇവിടെ 2 ഫാക്ടേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. നേഷൻ സ്റ്റേറ്റ്സിന് ഒരു സെക്യൂരിറ്റി ഡയലമ ഉള്ള സമയത്തും അവർക്ക് ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് ആർഗ്യുമെന്റ് ചെയ്ത് കപ്പാസിറ്റീസ് കൊടുത്ത് അവരുടെ പവറിനെ ബാലൻസിങ് ചെയ്യാനുള്ളതും, മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ മെറ്റീരിയൽ കാപ്പബിലിറ്റീസിന്റെ ഫങ്ഷൻ റിലേറ്റ് ചെയ്ത് പോകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇനി നമ്മൾ അനാട്ടമി, അതായത് ഇന്റർനാഷണൽ സിസ്റ്റത്തില് അനാട്ടമി സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ആ നിയർ റിയലിസത്തിലും ലോ പൊളിറ്റിക്സ് എന്ന് പറയുന്നുണ്ട്, ഹൈ പൊളിറ്റിക്സ് എന്ന് 2 പരാമർശമുണ്ട്. എന്താണ് ലോ പൊളിറ്റിക്സ് ആൻഡ് ഹൈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് സമയത്താണോ അവരുടെ എൻവയറമെന്റ്, എക്സാമ്പിൾ ആയിട്ട് പറയാണ് അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ, എൻവയറമെന്റൽ ഇഷ്യൂസ്, ഹ്യൂമൻ റൈറ്റ്സ്, ഇതിനെയാണ് ലോ പൊളിറ്റിക്സിന്റെ പാർട്ടായിട്ട് വെച്ചിട്ടുള്ളത്. ഹൈ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യുന്ന ഇഷ്യൂസ് വാറിനെ പറ്റി, യുദ്ധത്തിനെ പറ്റി, ഡിഫൻസിനെ പറ്റി, നാഷണൽ സെക്യൂരിറ്റിയെ പറ്റി, ആൻഡ് അത് കൂടാണ്ട് ഫോറിൻ പോളിസിയെ പറ്റി. അപ്പൊ അത് വന്നിട്ട് ഹൈ പൊളിറ്റിക്സ് സ്റ്റേറ്റസിലാണ് അവിടെ വരുന്നത്. ആ സ്റ്റേറ്റസ് കൊണ്ട് ഈ ഫങ്ഷൻ നേഷൻ സ്റ്റേറ്റ്സ് തമ്മിലുള്ള നാഷണൽ സെക്യൂരിറ്റിയുടെ കണ്ടീഷൻ വരുമ്പോഴാണ് അവിടെ ഒരു ഇന്റർനാഷണൽ അനാർക്കി വരുന്നത്. ഇത് കൂടാണ്ട് നമ്മൾ ഒരു ക്ലിയർ ഫങ്ഷൻ ഡിസ്റ്റിങ്ഷൻ കൊടുക്കുന്നുണ്ട്. ആ ഡിസ്റ്റിങ്ഷൻ എന്താ വെച്ചാൽ നാഷണൽ പൊളിറ്റിക്സും ഇന്റർനാഷണൽ പൊളിറ്റിക്സും. ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ റെഗുലേറ്റ് ചെയ്യുന്നത് ബിഹേവിയർ ആണ്, നേഷൻ സ്റ്റേറ്റ്സിന്റെ ബിഹേവിയർ ആണ്. ആ ബിഹേവിയർ കൂടെ സ്ട്രക്ചർ ആവുമ്പോൾ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ നമ്മൾ അതിന്റെ നേഷൻ സ്റ്റേറ്റ്സിന്റെ റെഗുലേറ്റ് ചെയ്യുന്ന ആ ഇന്റർനാഷണൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ നോക്കി കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഓരോ അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച് ബൈ കെയോനി ആൻഡ് നയെ. അപ്പൊ ഇവരുടെ ഉദ്ദേശത്തില് അവരൊരു ജോയിന്റ് ആയിട്ട് ഒരു ബുക്ക് എഴുതി, കെനോയും നയും കൂടെ, പവർ ആൻഡ് ഇന്റർഡിപെൻഡൻസ് വേൾഡ് പൊളിറ്റിക്സ് ഇൻ ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ട് 1977-ലും 21-ലുമായിട്ടാണ് അത്, 2001-മായിട്ടാണ് അത് ഏർലി വർക്കിനെ ഗ്ലോബലൈസേഷൻ. ഇവരാണ് ആദ്യമായിട്ട് ഒരു ഗ്ലോബലൈസേഷനെ പറ്റി പരാമർശിക്കുന്നത്. അതിന്റെ പുസ്തകത്തിന്റെ ഓപ്പണിംഗ് സെന്റൻസിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്, വി ലീവ് ഇൻ എ ഇറ ഓഫ് ഇന്റർഡിപെൻഡൻസ്. ഇന്റർഡിപെൻഡൻസ് എന്ന പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് പോവുക എന്നുള്ളത്. അപ്പോൾ എല്ലാ നേഷൻസും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തിനൊക്കെയാണ്? ക്രോസ് ബോർഡർ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ട്രേഡ്, ഇതിനെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത്, പല കൺട്രിയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഗ്ലോബലൈസേഷൻ ലെവലിലേക്ക് എത്തിച്ചത്. ഈ സിസ്റ്റത്തിൽ കൂടെ ഓരോ സിസ്റ്റം നമ്മൾ പഠിച്ചു വരുമ്പോഴും അതിന്റെ ഏരിയ ഏത് സമയത്താണ്, ഏത് റെജീമിലാണ് ഇത് നടത്തിച്ച് പോകുന്നതെന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിഫൈൻ ചെയ്തു ഒരു റൂൾസ്, സെറ്റ് ഓഫ് റൂൾസ്, അതേമാതിരി പ്രിൻസിപ്പിൾസ്, അതേമാതിരി എക്സ്പെക്ടേഷൻസ്, അതേമാതിരി ഇന്റർ സ്റ്റേറ്റ് റിലേഷൻസും അവര് ഗവേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലിബറൽ ട്രേഡിംഗ് ഓർഡർ എന്നുള്ള ഒരു സിസ്റ്റം പറയുകയാണെങ്കിൽ അവിടെ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് പർപ്പസ്, സെർവ് ചെയ്യുന്ന പർപ്പസും എക്സ്പെക്ടേഷനും, അതായത് ഓരോ സ്റ്റേറ്റ്സിന്റെയും ഓപ്പൺ മാർക്കറ്റിൽ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്റർനാഷണൽ ട്രേഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ മ്യൂച്വൽ ആയിട്ടുള്ള ബെനിഫിഷ്യൽ അഗ്രിമെന്റ്സ് അല്ലെങ്കിൽ പരസ്പരം ഒരു ബെനിഫിറ്റ് കിട്ടണം എന്നുള്ളതാണ് ആ അഗ്രിമെന്റ്സ് വെക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നാണ് നമ്മള് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്. അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് മുഴുവനും പല വിധത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഉദ്ദേശം എന്താ? ലിബറൽ ആയിട്ട് ട്രേഡിംഗ് ഓർഡർ ചെയ്യുക. ആ ലിബറൽ ആയിട്ടുള്ള ട്രേഡ് ഓർഡർ കൂടെ അവരുടെ ഫീച്ചേഴ്സ് കൂടെയും അവർക്ക് ബെനിഫിറ്റ്സ് കിട്ടണം. കൗൺസിലിന് ബെനിഫിറ്റ്സ് കിട്ടണം, എംപ്ലോയീസിന് ബെനിഫിറ്റ്സ് കിട്ടണം, ബഡ്ജറ്റ് ശരിയായിട്ട് പോകണം, ഏജൻസി
അതിനെ കറക്റ്റായിട്ട് മെമ്പേഴ്സിന്റെ ഓരോ മെമ്പറും അടുത്ത മെമ്പറിനെ ആക്ഷൻസിൽ മെമ്പർ സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റും വരണം. ഇനി നമ്മൾ പരാമർശിക്കുന്നു പോകുന്നത് ഒരു ടേമില് ക്ലൈമാറ്റിക് ചേഞ്ചസ് വരുന്നുണ്ട്. ഒരു റെഷീം എന്ന് വെച്ചാൽ പീരീഡ് എന്നർത്ഥം. ആ ക്ലൈമാറ്റിക് ചേഞ്ചിന്റെ റെഷീമില് അവിടെ നോക്കുന്നത് മുഴുവനും മിറ്റിഗേറ്റ് ചെയ്യുന്നത് ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ച്, അതായത് ആഗോള തരത്തിലുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസിനെ പറ്റിയാണ് പറയുന്നത്. അവിടെ നമ്മൾ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ റെഷീം ഉണ്ട്. അതിൽ കൂടെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് ന്യൂക്ലിയർ വെപ്പൺസിന്റെ ടെക്നോളജിയും സ്പ്രെഡ് ചെയ്യാണ്ട് അതിനെ തടുക്കുക. പിന്നെ ട്രിപ്സ് റെഷീം ഉണ്ട്. ആ ട്രിപ്സ് റെഷീമിൽ കൂടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് മുഴുവനും ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ പറ്റിയായിരിക്കും അതിൽ പരാമർശിക്കുന്നത്. ഇങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ആ കോൾഡ് വാർ ടൈമിൽ ഇൻക്രീസ് ആയിട്ടുള്ള അവരുടെ പ്രസൻസ് കാണിക്കുകയും ചെയ്തിരുന്നു. ഇതിന് നമ്മൾ 21ാമത്തെ സെഞ്ചുറിയിൽ അതായത് ഈ 1970 മുതൽ 6000 ആയിട്ടുള്ളത് 21 ആയപ്പോഴത്തേക്കും അത് അങ്ങോട്ട് കൂടി. ഇനി ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് കനോയൻ 9ന്റെ അപ്രോച്ചസ് ആണ്. കോമ്പസിഷൻ, ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ വരുന്ന കോമ്പസിഷൻ എന്താണ്, അത് വേണ്ടി എടുത്ത ഒരു സ്ട്രക്ചർ നേഷൻ സ്റ്റേറ്റ്സിൽ പറയുന്നു. ഈ സ്ട്രക്ചർ സെൻട്രൽ ആക്ടേഴ്സ് ആയിട്ട് വരുന്നത് ആ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിലും കൊണ്ടുവരുന്നു. അപ്പൊ ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റേറ്റ്സും ട്രാൻസിഷണൽ കോർപ്പറേഷൻസും ഗ്ലോബൽ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഓരോ നേഷൻ സ്റ്റേറ്റ്സിന്. ആ നേഷൻ സ്റ്റേറ്റ്സ് വഴി അവർ ഓരോ ഓർഗനൈസേഷൻസും റെഷീംസും ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസും സിവിൽ സൊസൈറ്റിയും ഒക്കെ റിലേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഇനി അടുത്തത് ഇന്റർനാഷണൽ നേച്ചർ. ഈ ഇന്റർനാഷണൽ സിസ്റ്റത്തിന്റെ നേച്ചർ എന്താന്ന് നോക്കാം. ആ നേച്ചറിൽ നോക്കുമ്പോൾ നമ്മൾ കാണപ്പെട്ടു വരുന്നത് അനാർക്കിക്കൽ സെൻസ് ആണ്. അതായത് അനാർക്കിക്കൽ സെൻസ് എന്ന് വെച്ചാൽ അവിടെ ഒരു ഗവൺമെന്റ് ഇല്ല, വേൾഡ് ഗവൺമെന്റ് ഇല്ല അവരെ കൺട്രോൾ ചെയ്യാൻ. അതേമാതിരി ഒരു ഓർഡർ ഇല്ല. ക്രോസ് ബോർഡർ ട്രാൻസ്പോർട്ടേഷൻ ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും ട്രേഡ് ആയാലും ഗ്രോയിങ് എന്തായാലും അതിനെ ഒരു ഗ്രോത്തിന് ഒരു ഇതില്ല, എന്താ പറയാ, ചെക്ക് ചെയ്യാൻ ആളില്ല എന്നാണ്. അപ്പൊ അങ്ങനെ വന്ന ശേഷം ഈ പ്രോബ്ലംസ് ട്രിഗേഴ്സ് ചെയ്യുന്നത് മുഴുവനും നേഷൻ സ്റ്റേറ്റ്സ് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഈ ഫോഴ്സിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത്. റെഗുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഓരോ ഇൻഫ്ലുവൻസിനെ, നേഷൻ സ്റ്റേറ്റ്സിന്റെയും ഇൻഫ്ലുവൻസിനെ, ബിഹേവിയറിനെ നേഷൻ സ്റ്റേറ്റ്സിന് ചേഞ്ച് ആക്കുന്നു പാറ്റേൺസിൽ. ഈ പാറ്റേൺ വഴി വരുമ്പോഴത്തേക്കും കൺഫർമേഷൻ വരുന്നത് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസിന്റെ ഗൈഡ് ലൈൻ എടുത്തിട്ടാണ് ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അവർ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എന്തൊക്കെയാ? നേഷൻ സ്റ്റേറ്റ്സില് ഇൻക്ലൂഡിങ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ട്രാൻസാക്ഷണൽ കോർപ്പറേഷൻസും ഗ്ലോബൽ സിവിൽ ആക്ടിവിറ്റീസ് ആണ്. ഇതിൽ കൂടെ നമ്മൾ അറിഞ്ഞു ഒരു ഗ്രീൻ പീസ് എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് പല സ്റ്റേറ്റ്സും തമ്മിൽ. ആ ഗ്ലോബൽ എൻവയറമെന്റിൽ കൂടെയും സമാധാനം പ്രൊമോട്ട് കൊണ്ടുപോകുന്ന ഒരു ഓർഗനൈസേഷനാക്കി മാറ്റി. പബ്ലിക് ഒപ്പീനിയൻ വളരെ കാര്യമായിട്ട് വന്നു. ആ പബ്ലിക് ഒപ്പീനിയൻ വന്ന് എൻവയറമെന്റ് പ്രൊട്ടക്ഷനെ പറ്റിയും ന്യൂക്ലിയർ ടെസ്റ്റിങ്ങിനെ പറ്റിയുമാണ്. ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് സിസ്റ്റംസ് അപ്രോച്ച് പറഞ്ഞ അലക്സാണ്ടർ വെന്റിന്റെ ആണ്. അപ്പൊ അലക്സാണ്ടർ വെന്റിന്റെ കൺസർവേറ്റിസത്തില് എംഫസൈസ് ചെയ്യുന്നത് ഐഡിയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. അതായത് ഐഡിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കൾച്ചർ, സോഷ്യൽ വാല്യൂസ്, ഐഡന്റിറ്റി, അസംഷൻസ്, റൂൾസ്, ലാംഗ്വേജ്, കൺസ്ട്രക്ഷൻസ്. അപ്പൊ മിലിറ്ററി കാപ്പബിലിറ്റീസും ഇക്കണോമിക് റിസോഴ്സസുമാണ് ഇതിൽ കൂടെ പോകുന്നത്, കൺസർവേറ്റിവിസത്തിൽ കൂടെ കണ്ടുപോകുന്നത്. അപ്പൊ മേജർ ആയിട്ടുള്ള ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ പവറിൽ കൂടിയാണ് ഇതിൽ പരാമർശിച്ചു പോകുന്നത്. കോമ്പസിഷൻ നോക്കുമ്പോൾ നിയോ റിയലിസം മാതിരിയോ നിയോ ലിബറലിസം മാതിരിയോ സൂപ്പർ ആയിട്ടുള്ള സ്ട്രക്ചറൽ
കൺസർവേറ്റിസം ഇത് ഇന്റർനാഷണൽ സിസ്റ്റത്തിലെ കമ്പോസ് ചെയ്ത് വരുന്നു. ഇവിടെ ആർഗ്യൂ ചെയ്യുന്നത് ഒരു സ്ട്രക്ചർ സോഷ്യൽ റിലേഷൻഷിപ്പിൽ കൂടിയാണ് കെട്ടിപ്പടുത്തുന്നത്. ഈ സോഷ്യൽ റിലേഷൻഷിപ്പ് എന്താണ്? നമ്മൾ ഷെയർ ചെയ്യുന്ന നോളജ്, സോഷ്യൽ പ്രാക്ടീസ്, സോഷ്യൽ മെറ്റീരിയൽ റിസോഴ്സസ്, ഇതിനെ ഷെയർ ചെയ്യുക, ഇന്റർ സബ്ജക്റ്റീവ് നോളജ് ആക്കുക. ആരാണ് പ്രാക്ടീസ് ചെയ്തിട്ട് സോഷ്യൽ ഡിഫൈൻ ചെയ്തിട്ട് ആരാണ് എനിമീസ്, ആരാണ് റൈവൽസ്, ആരാണ് ഫ്രണ്ട്സ്, ഒരു നേഷനും അതർ നേഷനും തമ്മിലുള്ള ഇന്റർനാഷണൽ സിസ്റ്റം മനസ്സിലാക്കുക. അപ്പോ ഇങ്ങനെ ഈ എല്ലാ മെമ്പേഴ്സിന്റെയും യൂറോപ്യൻ യൂണിയൻ കൺസിഡർ ചെയ്യുന്ന ഫ്രണ്ട്സ് ആരാണ്, മെറ്റീരിയൽസ് കൊടുക്കുന്നത്, ഷെയർ ചെയ്യുന്ന നോളജ് ആരാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാം നോർത്ത് കൊറിയ ഡെഫിനറ്റ്ലി USA കൂടെ. അപ്പോ ഈ മിലിറ്ററിന്റെ ഇൻഫ്രാസ്ട്രക്ചർ യൂറോപ്യൻ യൂണിയനിൽ എത്രത്തോളം കൗണ്ടർ പാർട്ട് ആവുന്നു അല്ലെങ്കിൽ എത്രത്തോളം ത്രെറ്റ് ആവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഐഡിയേഷണൽ ഫാക്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ റെഗുലേറ്റിംഗ് സിസ്റ്റം കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവണം. ആ ഫോഴ്സിൽ കൂടിയാണ് ഫങ്ഷണറി വരുന്നതാണ് കോൺസിക്യൂട്ടീവ് ഫോഴ്സസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഈ ഐഡന്റിറ്റി നേഷൻ സ്റ്റേറ്റിൽ പറയുമ്പോൾ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പറയുന്നത് അനുസരിച്ച് ഐഡിയൽ ഫാക്ടേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സിനെ പറ്റിയാണ്. അപ്പോൾ ഈ നേഷൻ സ്റ്റേറ്റ്സും നേഷൻ ബിഹേവിയർ, അപ്രോപ്രിയേറ്റ് ബിഹേവിയറെ പറ്റിയും ഈ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ പറയുന്നു. ഇനി കോൺസിക്വൻസ്, അനാർക്കിന്റെ കോൺസിക്വൻസ് എന്താണ്, അതാണ് അടുത്തതായിട്ട് പരാമർശിക്കാൻ പോകുന്നത്. അപ്പൊ ഈ അനാർക്കിയുടെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള വ്യൂവിൽ കൂടെ നോക്കുമ്പോൾ ഒരു എൻഷ്യൂർ സെക്യൂരിറ്റി വരുമ്പോൾ വൺ സൈഡ് പിക്ചർ ആണ് കാണുന്നത്. അതിൽ കൂടെ കണ്ടീഷൻ വാർ ഓഫ് ഓൾ എഗെയിൻസ്റ്റ് ഓൾ, അതാണ് അവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പെസിമിസ്റ്റിക് ആയിട്ടോ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടോ കോൺസിക്വൻസ് അനാർക്കിന്റെ കോൺസിക്വൻസ് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ഈ അനാർക്കി എപ്പോഴാണ് ഇത് നടക്കാൻ പറ്റുന്നത്? 3 പ്രിൻസിപ്പൽ ഫോംസിലുണ്ട്. ഹൊബ്സീനിയൻ, ലോക്കിയൻ ആൻഡ് കനേഡിയൻ എന്ന് പറയും. ഹൊബ്സീനിയൻ അനാർക്കിയില് അതായത് എപ്പോഴാണോ ഈ നിയോ റിയലിസം വരുന്നത്, അതേമാതിരി നേഷൻ സ്റ്റേറ്റ്സ് ഹൊബ്സീനിയൻ അനാർക്കി ഫീൽ ചെയ്യുന്നു, ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നു, ത്രെട്ടായിട്ട്, വേൾഡ് ത്രെട്ടായിട്ട് വരുന്നു. ലോക്കിയൻ അനാർക്കി വളരെ കുറവായിട്ടുള്ള ലെസ് കോമ്പറ്റീറ്റീവ് ആണെങ്കിൽ കൂടിയും അത് അനാർക്കി സെറ്റ് ചെയ്ത് വരുന്ന നിയോ റിയലിസത്തിൽ വരുന്നു. ഇനി നമ്മൾ അടുത്ത് പരാമർശിക്കാൻ പോകുന്നത് മുഴുവനും സിസ്റ്റംസ് അപ്രോച്ച് പറഞ്ഞിട്ടുള്ള ഇമാനുവൽ വാൾഡറിൻസ്റ്റൺ ആണ്. ഇമാനുവൽ വാൾഡറിൻസ്റ്റന്റെ സിസ്റ്റത്തിൽ പറയുന്നു വേൾഡ് സിസ്റ്റം അപ്രോച്ച്, അതായത് കോംപ്രിഹെൻഷൻ ആയിട്ട് ഡിപ്പെൻഡൻസി തിയറിനെ പറ്റിയാണ് അതിൽ പറയുന്നത്. ആ ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയുമ്പോൾ യൂറോപ്പ് മുഴുവനും, അതായത് 1450 മുതൽ 60 വരെ 16th സെഞ്ചുറിയിൽ എല്ലായിടത്തും കോളനൈസേഷൻ നടത്തുന്നുണ്ട് യൂറോപ്പില്. ഈ സിസ്റ്റത്തിലെ കോളനൈസേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് നോർത്തിലും സൗത്ത് അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക എല്ലാ ഭാഗത്തും വന്നു. അതിന്റെ പരിണാമം ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമാണ്. ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം പണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടോ സെപ്പറേറ്റ് ആയിട്ടോ നേഷൻ സ്റ്റേറ്റ്സ് ഇല്ല. അപ്പൊ നേഷൻ സ്റ്റേറ്റ്സ് ഒരു പാർട്ടാണ്, ലാർജർ വേൾഡ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് നേഷൻ സ്റ്റേറ്റ്സ്. അപ്പൊ ഇവിടെ സജസ്റ്റ് ചെയ്ത് വരുന്നത് മുഴുവനും നേഷൻ സ്റ്റേറ്റ് വരുന്ന ഭാഗങ്ങൾ എക്സാമിൻ ചെയ്ത് വരണം എന്നാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇനി കോമ്പോസിഷൻ, മോഡേൺ വേൾഡ് സിസ്റ്റത്തിന്റെ കോമ്പോസിഷൻ പറയുകയാണെങ്കിൽ വേൾഡ് സിസ്റ്റം ഇക്കണോമിക് സോൺസിലും നേഷൻ സ്റ്റേറ്റ്സിലും സോഷ്യൽ ക്ലാസസിലും എക്കണോമിക് സോഴ്സസ് കൂടെ വരുമ്പോൾ പ്രൊഡക്ഷൻ പ്രൈമറി കമ്മോഡിറ്റീസും ആ സോൺസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. വാൽഡറിൻ പറയുന്നു 3 ഇക്കണോമിക് സോൺസ് ഉണ്ട്. അതായത് ഒന്ന് എതിനെ ബേസ് ചെയ്തിട്ടാണ് 3 പറഞ്ഞാൽ ലേബറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ 3 ഡിവിഷനായിട്ട് വരുന്നത്. ഒന്ന് കോർ ആയിട്ടുള്ള ഒരു ഡിവിഷൻ, പെരിഫറൽ ഡിവിഷൻ, സെമി പെരിഫറൽ ഡിവിഷൻ. കോർ എന്ന് പറഞ്ഞാൽ അവിടെ ഗ്ലോബൽ നോർത്ത് ആണ് വരുന്നത്.
അവിടെ കോറിന്റെ പ്രൊഡക്ഷൻ മുഴുവൻ കമ്മോഡിറ്റീസ് ഉണ്ടാക്കുന്ന കമ്മോഡിറ്റീസ് അത് ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്ഷൻ ആണ്. അത് കൂടാണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടെക്നോളജി, കട്ടിംഗ് എഡ്ജ് ടെക്നോളജി യൂസ് ചെയ്യുന്നു. അതൊക്കെ വരുന്നത് ഹൈലി വളരെ ഡെവലപ്ഡ് ആയ ഇൻഡസ്ട്രീസിലാണ് ഇത് ഉപയോഗപ്പെടുക. അപ്പോ കോർ വരുമ്പോഴത്തേക്കും ഈ ഫാക്ടേഴ്സ് കാരണം, ഈ പറഞ്ഞ ഫാക്ടേഴ്സ് കാരണം അവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നു. ഈ നല്ല പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഇവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് കൂടുന്നു. ആ കോർ റെപ്രസെന്റ് ചെയ്ത് മുഴുവനും വെസ്റ്റേൺ യൂറോപ്പിലാണ്, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ജപ്പാനും. ഇനി ഷാർപ്പായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പെരിഫറലിൽ വരുമ്പോൾ വളരെ കുറഞ്ഞ ഡെവലപ്മെന്റ് ഉള്ള കൺട്രികളെ പറ്റിയാണ്. അതിനെ നമ്മൾ ഗ്ലോബൽ സൗത്ത് എന്ന് പറയും. അവിടെ പെരിഫറൽ എൻഗേജ്മെന്റിൽ മുഴുവനും പ്രൈമറി കമ്മോഡിറ്റീസിലാണ്. പ്രൈമറി കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി വളരെ കുറവായിട്ടുള്ള ടെക്നോളജിയും ഉപയോഗിക്കുകയും ലേബറിനെ കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താ പറ്റുക, ലേബറും ടെക്നോളജിയും കുറയുമ്പോഴത്തേക്ക് അവരുടെ പ്രോഫിറ്റ്സ് ലോ പ്രോഫിറ്റ്സ് ആവും. ആ പ്രോഫിറ്റ്സിൽ ഇങ്ങനെ അതിനെയാണ് പെരിഫറൽ എന്ന് പറഞ്ഞത്. ഇത് മോസ്റ്റ് ആയിട്ട് ഈ പെരിഫറൽ ആപ്ലിക്കേഷൻ വരുന്നത് ലാറ്റിൻ അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക. ഇനി അടുത്തത് മൂന്നാമത്തത് പറഞ്ഞത് സെമി പെരിഫറൽ ആണ്. അവിടെ മിക്സ്ചർ ഓഫ് കോറിന്റെയും പെരിഫറലിന്റെയും ആക്ടിവിറ്റീസ് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റും, രണ്ടും ടെക്നോളജിയും ഉണ്ട്, മാൻ പവറും ഉണ്ട്, എല്ലാം കൂടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. അതിന് നമുക്ക് വേണമെങ്കിൽ ഈ എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക പറയാം. ഇതിൽ അങ്ങനെ വന്ന ശേഷമാണ് അവർക്കൊരു കോമ്പോണന്റ്, തേർഡ് കോമ്പോണന്റ് വേൾഡ് സിസ്റ്റത്തിൽ കൊണ്ടുവന്നു. ആ സിസ്റ്റത്തിന്റെ പേരാണ് സോഷ്യൽ ക്ലാസ് എന്ന് പറയാം. ക്യാപിറ്റലിസ്റ്റ് വേൾഡ് സിസ്റ്റം, സോഷ്യൽ ക്ലാസസ്, അതിന്റെ കൂടെ മീൻസ് ഓഫ് ബേസ്ഡ് ഓൺ ദി എന്താ പറയാ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ക്യാപിറ്റലിസവും വർക്കേഴ്സിന്റെ കമ്മ്യൂണിസം വരുന്നത്. നാലാമത്തെ കോമ്പോണന്റ് ആയ സ്റ്റേറ്റസ് ആണ്. ആ സ്റ്റേറ്റസ് കൾച്ചറൽ ഐഡന്റിറ്റി വരും, എത്രത്തോളം സോഷ്യൽ ഡിവിഷൻസ് വരും, റിലീജിയൻ, ലാംഗ്വേജ്, ഇതൊക്കെ സോഷ്യൽ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഡിവിഷനിലേക്ക് വരുന്നു. ഇനി വേൾഡ് മോഡേൺ സിസ്റ്റത്തിൽ വരുമ്പോൾ ഈ പ്രൊഡക്ഷൻ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അതിനെ ബേസ് ചെയ്താണ്. ഇൻഡിവിജ്വൽ ആണോ, പ്രൈവറ്റ് കോർപ്പറേഷൻ ആണോ, സ്റ്റേറ്റ് ഓർഗനൈസേഷൻസ് ആണോ, എല്ലാത്തിനും ഒരു മാക്സിമം പ്രോഫിറ്റ്സ് ഉണ്ടാവും. ക്യാപിറ്റലിസ്റ്റ് മോഡേൺ വേൾഡ് സിസ്റ്റം ഉണ്ടാവും, ക്യാപിറ്റലിസ്റ്റ് ആയ വേൾഡ് വർക്കേഴ്സ് ഉണ്ടാവും, അതേമാതിരി ഇക്വാളിറ്റി വേൾഡ് ഇക്കോണമി ഉണ്ടാവും. ഇനി റെഗുലേറ്റിംഗ് സിസ്റ്റത്തിൽ മോഡേൺ വേൾഡിൽ വരുമ്പോൾ അവിടെ ക്യാപിറ്റൽ, ഗ്ലോബൽ ക്യാപിറ്റലിൽ കൂടെ ആക്ടിവിറ്റീസ് ആണ് ക്രോസ് മാർക്സിസ്റ്റ് തിങ്കേഴ്സും അതേമാതിരി വേൾഡ് സിസ്റ്റം തിയറിസ്റ്റും കൺസിഡർ ചെയ്യുന്നത് ഗ്ലോബലൈസേഷനും, ആ ഗ്ലോബലൈസേഷൻ കൂടെ വരുന്ന ട്രാൻസാക്ഷൻസ് കൂടി ചേഞ്ച് വരുന്നതിനാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷനായ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF എന്ന് പറയും. അതും ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് അവരാണ് അത് കൺട്രോൾ ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ IMF കമ്പൽ ചെയ്യുന്നത് സെവറൽ നേഷൻ സ്റ്റേറ്റ്സിന് ഗ്ലോബൽ സൗത്തിന് റോൾ ബാക്ക് ചെയ്ത് വെൽഫെയർ പ്രോഗ്രാംസിലേക്കൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അവർ കാണിക്കുന്നത്. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പൊ ഇനി ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പുതിയതായ 5ാമത്തെ ചാപ്റ്റർ ആയ ഡിപ്പെൻഡൻസി തിയറിയെ പറ്റിയാണ്. ഡിപ്പെൻഡൻസി തിയറി ആ വേർഡിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്ട് ഈസ് മെൻ ബൈ ഡിപ്പെൻഡൻസി തിയറി. ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് വേറൊരു രാജ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക. അതായത് 1950 ഒരു ലാറ്റിൻ അമേരിക്ക ഡിപ്പെൻഡന്റ് തിയറിയിലേക്ക് വന്നു. ക്രിട്ടിക്കലായിട്ട് ലിബറൽ തിയറീസ് ഓഫ് സോഷ്യോ എക്കണോമിക് വരുന്നല്ല. അപ്പൊ ഡിപ്പെൻഡൻസ് തിയറി ഡെഫിനറ്റ് ആയിട്ട് പറയുന്നത് മുഴുവൻ എക്കണോമിക് ആയിട്ടുള്ള ബാക്ക്വേർഡ്നെസ്, അതായത് സാമ്പത്തികം കുറഞ്ഞു വരുന്നതുകൊണ്ടും നമ്മൾ പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നു. അപ്പോ പ്രൊപ്പോണൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തെടുക്കുന്നത് മനസ്സിലാക്കുന്നത് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുക,
കൺട്രിയുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എക്സ്പാൻഷന് വേണ്ടിയിട്ട് വേറൊരു രാജ്യത്തിൽ നിന്ന് നമ്മൾ കടം എടുക്കുന്നു, അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് ഏത് വിധത്തിലുള്ള എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലായാലും അണ്ടർ ഡെവലപ്ഡ് കൺട്രികളായാലും ഗ്ലോബൽ സൗത്തും ഒക്കെയാണ് ഈ ഡിപ്പെൻഡന്റ് തിയറിയിൽ കൂടെ വന്നു പോകുന്നത്. അപ്പോ ഇതിനെ ഡിപ്പെൻഡൻസി തിയറിക്ക് പല വേർഷൻസ് ഉണ്ട്. ഈ പല വേർഷൻസ് എന്ന് പറയുമ്പോൾ ഈ സ്കോളേഴ്സ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് മോഡറേറ്റ് വേർഷൻ, അതേമാതിരി റാഡിക്കൽ ഓർ മാർക്സിസ്റ്റ് വേർഷനും. അപ്പൊ ഈ മോഡറേറ്റ് വേർഷൻ ഓഫ് ഡിപ്പെൻഡൻസ് തിയറി എന്താണെന്ന് പറഞ്ഞുതരാം. ഇതിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള എക്കണോമിസ്റ്റിന്റെ ഇല്ലുസ്ട്രേഷൻസ് ആണ്. എക്കണോമിക്സ് പ്രൊഫസറായ ഡയറക്ടർ ജനറൽ അർജന്റീനിയൻ ബാങ്കിന്റെയും യുണൈറ്റഡ് നേഷൻസ് എല്ലാം കൂടിയിട്ടാണ് ഇതിൽ ഇൻവോൾവ് ചെയ്ത് അവർ UNOന്റെ ട്രേഡ് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു പ്രോസസ്സിൽ കൂടിയാണ് ഇത് പോകുന്നത്. ഈ ഇക്കണോമിക് ഡെവലപ്മെന്റ് ലാറ്റിൻ അമേരിക്കയില് പ്രിൻസിപ്പൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു 1950. അതിന് അവിടെ ഒരു എൻക്വയറി ഇട്ടു, ബേസിക് ആയിട്ടുള്ള ബാക്ക്വേർഡ് കാരണങ്ങൾ എന്താണ് ലാറ്റിൻ അമേരിക്കയിൽ, എന്നിട്ട് അതിനെ പരിഹരിക്കുക. അപ്പോ അവിടെ കണ്ടുപിടിച്ചത് അഡ്വേഴ്സ് ആയിട്ടുള്ള ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയും, TOT, ടേംസ് ഓഫ് ട്രേഡ്. അഡ്വേഴ്സ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടേംസ് ആയിരുന്നു. അതുകൊണ്ടാണ് ആ കൺട്രിയുടെ ഇക്കണോമിക് കണ്ടീഷൻ മോശമായത് എന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോ ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൈമറി കമ്മോഡിറ്റീസ് ആണ്. അതിനെ പ്രൈമറി കമ്മോഡിറ്റീസ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് ആണ്. ഇതിനെ പ്രോസസ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് ഫിനിഷ്ഡ് ആർട്ടിക്കിൾസ് ആയിട്ട് ഇൻഡസ്ട്രി ബേസ്ഡ് ആയ അഡ്വാൻസ്ഡ് കൺട്രിയിലേക്കാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൈമറി കമ്മോഡിറ്റീസ് ചീപ്പ് റേറ്റിൽ കൊണ്ടുപോയി ഇമ്പോർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഹയർ പ്രൈസിലും, അപ്പോൾ അവരുടെ എക്കോണമി അത് അഫക്റ്റ് ആവുന്നു. അപ്പൊ ഈ ബേസിസിലാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്, എംഫറിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുന്നു. ആ സ്റ്റഡി നടത്തുന്നതിന് പ്രിസ്ബിക് സിംഗർ ടേംസ് ഓഫ് ട്രേഡ് തീസിസ് എന്ന് പറയും, PST, പ്രിസ്ബിക്. അപ്പോൾ ഈ PST സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഈ പ്രൈമറി കമ്മോഡിറ്റീസ് അത് ദിവസം പ്രതം അത് കുറഞ്ഞുകൊണ്ട് വരുന്നു. അപ്പോൾ ട്രേഡും അവിടെ ഡിഫിസിറ്റ് ആവും, പ്രൊഡ്യൂസേഴ്സ് ഫിനിഷ്ഡ് പ്രോഡക്ട്സിനും ഡിഫിസിറ്റ് ആവും. അങ്ങനെ വരുമ്പോൾ പ്രൈമറി കമ്മോഡിറ്റീസിനെ അവർ ഇൻക്രീസ് ചെയ്ത് എക്കണോമിക്കലി അത് വയബിൾ ആക്കണം. അതിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻസി തിയറി എന്ന് കൊണ്ടുവന്നത്. ഇതിൽ കൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് മുഴുവനും എത്രത്തോളം ബെനിഫിറ്റ് കിട്ടാൻ പറ്റും ഫ്രീ ട്രേഡിൽ നിന്ന്. ഒരു സിസ്റ്റം പ്രിസ്ബിക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ച് ആണ് ഗ്ലോബൽ എക്കോണമിയിൽ. അതിൽ കൂടി അവർ ഇതിനെ ഇൻഹെറിറ്റ് ചെയ്യുകയും ഇതിനെ അതായത് ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും, ആ ഡെവലപ്ഡ് കൺട്രീസിൽ അതായത് തിയറീസിൽ അറിഞ്ഞ മാതിരി തീം ഓഫ് ഡെവലപ്മെന്റ് എന്താണ്, എങ്ങനെയാണ് അണ്ടർ ഡെവലപ്മെന്റിനെ മുകളിലേക്ക് കൊണ്ടുവരാം. അതായത് രാജ്യങ്ങൾ ഗ്ലോബൽ സൗത്തിലുള്ള രാജ്യങ്ങളാണ് ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അപ്പോൾ ഈ ഉദ്ദേശത്തിന് ലാറ്റിൻ അമേരിക്കയിലെ ലാൻഡ് സിസ്റ്റംസും ഡിസ്മാൻഡലിംഗ് ഇൻഇക്വാളിറ്റീസ്, പലവിധമായ ഇൻഇക്വാളിറ്റീസ് ഉണ്ട്. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ആ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രിയലൈസേഷനിൽ വന്നതും പോളിസികളിൽ കൂടെ ഇവര് ഏറ്റവും കൂടുതലായിട്ടുള്ള എയിംസ് റിഡക്ഷൻ പോളിസി. റിഡക്ഷൻ ഏതിലാണ് റെഡ്യൂസ് ചെയ്യേണ്ടത്? ഇമ്പോർട്ട് റെഡ്യൂസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ട്രേഡ് ഡെഫിസിറ്റിൽ കുറയ്ക്കാൻ പറ്റുള്ളൂ. പ്രൊമോഷൻ, അവനവന്റെ രാജ്യത്തുള്ള കൺട്രികളെ ലോക്കൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യണം. ആ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് ഇൻഡസ്ട്രിയൽ ആയിട്ട് നമ്മൾ സെൽഫ് സഫിഷ്യൻസ് ആവുക, സ്വയം പര്യാപ്തത കിട്ടും. ആ സ്വയം പര്യാപ്തത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ധനം അല്ലെങ്കിൽ നമ്മളുടെ ഇക്കണോമിക് ഗ്രോത്ത് ഇംപ്രൂവ് ആവും. നിങ്ങൾക്ക് ഗാന്ധിജിയുടെ, അതായത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ടൈമില്
നമ്മുടെ കോട്ടൺ കൊണ്ടുപോയി മാഞ്ചസ്റ്ററിൽ ഫിനിഷ്ഡ് ഇവിടെ നിന്നുള്ള കോട്ടൺ ഇന്ത്യയിൽ നിന്നുള്ള കോട്ടൺ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇൻഡസ്ട്രിയിൽ ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയൽ യൂണിറ്റിൽ അവർ യൂസ് ചെയ്ത് തിരിച്ച് അതിനെ ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് ഹൈ റേറ്റിന് കൊടുത്തിരുന്നു. അവിടെയും ഇതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഗാന്ധിജി പറഞ്ഞ ഖാദി ഉൽപാദനം, ഖാദി യൂസ് ചെയ്യുക, എല്ലാ ഫോറിൻ ഗുഡ്സിനെയും ബോയ്ക്കോട്ട് സിസ്റ്റം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ വരുമ്പോൾ അവരുടെ സാധനങ്ങൾ ഇവിടെ വിൽക്കാണ്ടിരിക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ എക്കോണമി ഇംപ്രൂവ് ആവും. അപ്പൊ അങ്ങനെയാണ് ഈ സിസ്റ്റത്തിനെ നമ്മൾ ഒരു മാർജിനിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി റാഡിക്കൽ ആയിട്ടുള്ള ഡിപ്പെൻഡൻസി തിയറിയിൽ നോക്കുമ്പോൾ അവിടെ വരുന്നത് മാർക്സിസ്റ്റ് ലെനിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇമ്പീരിയലിസത്തിനെ പറ്റി. ഇവർ ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്? ഒരു ഡിപ്പെൻഡൻസ് റിലേഷൻഷിപ്പില് ഗ്ലോബൽ ക്യാപിറ്റലിസത്തിൽ ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ മാർക്കറ്റ്സ്, ഫിനിഷ്ഡ് ഗുഡ്സിന് മാർക്കറ്റ് കണ്ടുപിടിക്കുന്നത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്പിംഗ് കൺട്രീസിലാണ്. അപ്പോ അവരുടെ ഡെസ്റ്റിനേഷൻ അതേമാതിരി തന്നെ ഇൻവെസ്റ്റ്മെന്റും. അപ്പൊ ഈ ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കൺട്രികൾ വളർന്ന കൺട്രികളിൽ നിന്ന് ലോൺ എടുക്കുന്നു. ആ ലോണിനെ റീപേയ്മെന്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് അവരെത്തുകയാണെങ്കിൽ അപ്പോൾ അവിടെ അണ്ടർ ഡെവലപ്മെന്റ് ആയി പോയി, അവരുടെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് പോവും. അണ്ടർ ഡെവലപ്മെന്റ് റിമെയിൻസ് അണ്ടർ ഡെവലപ്മെന്റ്. അപ്പോഴും നമുക്കിത് ഒരു പ്രശ്നമായിട്ട് തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അണ്ടർ ഡെവലപ്മെന്റ് ആയിട്ടുള്ള രാജ്യമുണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ചൂഷണം ചെയ്യാനായിട്ടാണ് ഈ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള കൺട്രികൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡെവലപ്പ് ആയിട്ടുള്ള കൺട്രികൾ അതിനെ ഉപകരിക്കും. അതിനാണ് നമ്മൾ ആ സമയത്താണ് ഈ കൂടുതലായിട്ട് കൊളോണിയലൈസേഷൻ, ഇമ്പീരിയലിസം ഒക്കെ നമ്മൾ കണ്ടുവന്നത് ആ സമയത്താണ്. അപ്പൊ എല്ലാ രാജ്യങ്ങളും ഇതിനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് ഇതൊരു സിസ്റ്റത്തിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഇക്കണോമിക്കൽ ഇഷ്യൂലേക്ക് അവര് എത്തിപ്പെടും. അപ്പോൾ ഗവൺമെന്റിന്റെ റൂള് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇങ്ങനെ അതിനെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനെ മാറ്റാനും അല്ലെങ്കിൽ അവരുടെ നമ്മളെ ചൂഷണം ചെയ്യുന്നത് മാറ്റാന്നുള്ള ലെവലിലാണ് നമ്മൾ ഈ ബോർഷ്വായ്സ് എന്നുള്ളത് കോർ പെരിഫറൽ ഹയസ്റ്റ് ക്യാപിറ്റലിസവും ഇമ്പീരിയലിസം നമ്മൾ കണ്ടത്. ഇനി റാഡിക്കൽ ആയിട്ടുള്ള മെറ്റീരിയൽ മാനേജ്മെന്റിലും ഇത് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കയിലും ഇത് തന്നെ കണ്ടിരുന്നു. ഇത് കൂടാണ്ട് നമ്മളുടെ ഗ്ലോബൽ സൗത്തില് ഇതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ കോർ പ്രോഡക്ട്സ്, ഫിനിഷ്ഡ് പ്രോഡക്ട്സും പെരിപ്പറി സ്റ്റേറ്റ്സ് ആയിട്ടുള്ള സപ്ലൈസും ബിറ്റ്വീൻ പ്രൈമറി കമ്മോഡിറ്റീസ് ആണ്. അപ്പോൾ ആ റാഡിക്കൽ ഡിപ്പെൻഡൻസി തിയറിയിൽ കൂടെ ഷിയർ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ ആണ് നടക്കുന്നത്. എക്സ്ചേഞ്ചിൽ ഇൻ ദ ഫോം ഓഫ് എക്സ്ചേഞ്ച് പ്രൈമറി കമ്മോഡിറ്റീസും ഫിനിഷ്ഡ് കമ്മോഡിറ്റീസും തമ്മിലുള്ള എക്സ്ചേഞ്ചിലാണ് അവിടെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നത്. അതിനാണ് അൺഈക്വൽ ആയിട്ടുള്ള എക്സ്ചേഞ്ച് എന്ന് പറയുന്നു. ഡെവലപ്മെന്റ് ഓഫ് അണ്ടർ ഡെവലപ്മെന്റ് എന്നാണ് ഇതിനെ പരാമർശിക്കുന്നത്. ഇനി ഞാൻ പരാമർശിക്കാൻ പോകുന്നത് വേൾഡ് സിസ്റ്റത്തിലുള്ള തിയറീസിനെ പറ്റിയാണ്. ആ വേൾഡ് സിസ്റ്റത്തിലെ തിയറിയിൽ ഫോക്കസ് ചെയ്തു വരുന്നത് ബ്രോഡർ ആയിട്ടുള്ള ജോഗ്രാഫിക്കൽ ഫ്രെയിം വർക്കിൽ കൂടിയാണ്. ആ ഫ്രെയിം വർക്കിൽ കൂടുമ്പോൾ ജോഗ്രഫിയിൽ കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് ക്യാപിറ്റലിസ്റ്റ് വേൾഡ് എക്കോണമിയാണ്. ഇതിൽ 16-ാം നൂറ്റാണ്ടിൽ 1450 മുതൽ 1640 വരെ ഇതാണ് യൂറോപ്പിൽ നടന്നിരുന്ന വലിയൊരു വേൾഡ് എക്കോണമി പീരീഡ്. പ്രൊഡക്ഷൻ, മാർക്കറ്റിൽ ഗെയിൻ ചെയ്യാനുള്ള മാക്സിമം പ്രോഫിറ്റും അൺഈക്വൽ ആയിട്ടുള്ള എക്സ്ചേഞ്ച് കാരണം വരുന്ന കോർ ആൻഡ് പെരിഫറൽ സ്റ്റേറ്റ്സ് വരുന്നതും അവിടെ എടുത്തു പറയപ്പെടുന്നു. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ സെമി പെരിഫറൽ ആണ്. സെമി പെരിഫറലിൽ നാം നേരത്തെ പറഞ്ഞു ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മുഴുവനും മോഡേൺ ഇൻഡസ്ട്രീസും സിറ്റീസും ലാർജ് ആയിട്ടുള്ള ഒരുപാടുള്ള പെസൻട്രിയെ പറ്റിയാണ്. അപ്പൊ ഇവിടെ ഈ കോർ ആയിട്ടുള്ള വേൾഡ് സിസ്റ്റത്തില് തിയറി ക്രിട്ടിക്കലായിട്ട് ലിബറലായിട്ടും
മോഡേണൈസേഷൻ ഉപയോഗിക്കുന്നുണ്ട്, സോഷ്യോ എക്കണോമിക് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ വേൾഡ് സിസ്റ്റം തിയറിയിൽ ഈ സെമി പെരിഫറി സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റേറ്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. കോറും ഡിവിഷൻസിൽ കൂടെ വേൾഡ് സിസ്റ്റം തിയറിയിലെ കോൺട്രഡിക്ഷൻ ചെയ്യുന്നു. ക്യാപിറ്റലിസ്റ്റായ ഗോൾഡ് എക്കോണമിയും ഗ്ലോബൽ എക്കോണമിയും അതിന്റെ ഭാഗമായിട്ട് വരുന്ന ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്വത്തിനെ കുറച്ചു കൊണ്ടുവന്ന് ഡിക്ലൈൻ ചെയ്യിപ്പിച്ച് പിന്നെ അവിടെ റീപ്ലേസ് ചെയ്യുന്നത് മുഴുവനും സോഷ്യലിസമാണ്. ഇനി ഇതിൽ ഡിപ്പെൻഡൻസി തിയറിയിൽ മേജർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എന്താന്ന് നോക്കാം. കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ പല വിധത്തിലും നമ്മൾ കൊളോണിയലിസം, ഡോമിനേഷൻ, കൊളോണിയൽ ഡോമിനന്റ് ക്യാപിറ്റലിസ്റ്റ് പവേഴ്സ് ഒക്കെ കണ്ടിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ പരിണാമമായിട്ട് കോളനീസ് അണ്ടർ ഡെവലപ്ഡ് റീജിയനിൽ വരികയും അതേമാതിരി അവരുടെ അത് തന്നെ അവരുടെ മാർക്കറ്റായി പോയി ഫിനിഷ്ഡ് ഗുഡ്സിന്. അപ്പൊ ഇവിടെ ഡോമിനന്റ് ആയിട്ട് ക്യാപിറ്റലിസ്റ്റിന്റെ മുതലാളിത്വത്തിന്റെ എക്കോണമിയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഗ്ലോബൽ ക്യാപിറ്റലിസം അത് യൂറോപ്പിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് മാറുന്നു കുറച്ചു കാലങ്ങൾ മുമ്പ് വരെ. ഇനി ഇതിന്റെ ഈ ഓരോ 3 കാറ്റഗറി ഞാൻ പറഞ്ഞു. ഈ ഡിപ്പെൻഡൻസിന്റെ കാറ്റഗറി 2 ബ്രോഡായിട്ട്, ഒന്ന് കോറായിട്ടും ഒന്ന് പെരിഫറി ആയിട്ടും. ആ പെരിഫറി എക്കോണമീസ് കൂടെ നമ്മൾ കണ്ടുപിടിച്ചത് മുഴുവനും പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ്സ് വേണം. അപ്പോൾ മാത്രമേ ഈ ബൂർഷ്വായിത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടേംസിന് നമ്മൾ റെഫർ ചെയ്യുന്നത് ഡെവലപ്ഡ് ആയ കൺട്രികളാണ്. അതേമാതിരി തന്നെ ഡെവലപ്പിംഗ് കൺട്രിയും ഇതിനെ ഉപയോഗിക്കുന്നു. ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈമറി കമ്മോഡിറ്റീസ്. അപ്പോ ഇവിടെ ലോ സ്കിൽ അഗ്രികൾച്ചറൽ വർക്കിനെയും മിഡിൽ ക്ലാസ്സിനെയും അവർ ഉപയോഗിച്ചിരുന്നു. ഇമാനുവൽ പറയുന്നുണ്ട് ഇന്റർമീഡിയറ്റ് പൊസിഷൻ, സെമി പെരിഫറി, അതായത് ടേംസ് ഓഫ് എക്കണോമിക് ടേംസിൽ നമുക്ക് സെമി പെരിഫറി ഉപയോഗിക്കാം. അതിന്റെ എക്കോണമിയാണ് ഇന്ത്യ, ചൈന, ബ്രസീലൊക്കെ വന്നതും. അവരുടെ പാർട്ടിസിപ്പേഷൻ കാരണം ഒരു ഷിഫ്റ്റിംഗ് വന്നു. ലെസ് പ്രോഫിറ്റബിൾ എന്നുള്ളതും മോർ പ്രോഫിറ്റബിൾ എന്നുള്ള ആ ഷിഫ്റ്റിംഗ് അവിടെ അനുഭവപ്പെടുന്നു. അങ്ങനെയാണ് അതിനെ ഒരു ഇംപ്രൂവ്മെന്റ് ആക്കി കൊണ്ടുവരാൻ നോക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ക്രിറ്റിസിസമാണ്. ഇവരുടെ ലിബറൽ തിയറിയെ പറ്റിയുള്ള ക്രിട്ടിക്കൽ ആയിട്ട് വരുമ്പോൾ ആഡം സ്മിത്ത് 1723 1770 ബിലീവ് ദ എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ള ആ കാര്യങ്ങളിൽ പറയുന്നുണ്ട് ലേസി ഫെയർ തിയറി. അപ്പോൾ ലേസി ഫെയർ തിയറിനെ പറ്റിയും ക്യാപിറ്റലിസ്റ്റിന്റെ ഫംഗ്ഷനെ പറ്റിയും ഇന്റർവെൻഷൻ പറ്റിയും ഒക്കെ സോഷ്യൽ ഫുൾ എംപ്ലോയ്മെന്റിനെ പറ്റി എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ ക്യാപിറ്റൽ അഡ്വാൻറ്റേജ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ഫോർ ഫ്രീ ട്രേഡ് എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഇതിൽ നമ്മൾ അതുകൂടാണ്ട് നമ്മൾ അറിയാൻ പറ്റുന്നത് ജെറോമി ബെത്ലേ പറയുന്ന അതേമാതിരി പോപ്പുലർ ഡെമോക്രസിയും ഫ്രീ ട്രേഡും ആ മനുഷ്യന് ഏറ്റവും ഹ്യൂമൻ ബീയിങ്സിനെ മാക്സിമമായിട്ട് പ്ലഷർ ചെയ്ത് മിനിമൈസ് അവരുടെ വേദനകളെ കുറയ്ക്കുക എന്നുള്ളതാണ് ആ കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത്. ആ സമയം തന്നെയാണ് ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങുകയും റോ മെറ്റീരിയൽസിൽ കോളനികളിൽ നിന്ന് കൊണ്ടുപോകുന്നു, കൺസ്യൂമർ ഗുഡ്സ് ആക്കുന്നു, പിന്നെ റാപ്പിഡ് ഗ്രോത്ത്, അതായത് മാർക്കറ്റ് ഗ്രോത്ത് വരുന്നു. ഇതിനെയൊക്കെ ഒരു ലിബറലിസം മോഡേൺ സൊസൈറ്റി കാണുന്നുണ്ട്. ഈ സിനാരിയോന്റെ ഈ പ്രോബ്ലംസിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒരു ഗ്രൂപ്പാണ്. സൊസൈറ്റിനെ 2ആയിട്ട് മാറുന്നു. ഒന്ന് മേധാവികൾ അല്ലെങ്കിൽ തൊഴിലാളികൾ അല്ലെങ്കിൽ മുതലാളികൾ. അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ബുർഗോയ്സും പ്രൊലറ്ററേറ്റ് എന്ന് പറയുന്നു. ഈ മുതലാളിത്വവും ബൂർഷ്വായിത്വവും ഇനീഷ്യലി ലിബറലിസത്തിനെ പറ്റി അതിന്റെ ഇൻഡസ്ട്രിയലൈസേഷനെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കി വരുന്നുണ്ട്. ആ ബൂർഷ്വായിത്വം നിർത്താൻ അവര് ഒരു ട്രിക്കിൾ ഡൗൺ ഇഫക്റ്റ് കൊണ്ടുവന്നു. ആ ട്രിക്കിൾ ഡൗൺ ഇഫക്റ്റിൽ കൂടെയാണ് സോഷ്യോ എക്കണോമിക് പ്രോബ്ലത്തിനെ ഒരു വിധത്തിൽ റീഫോം ചെയ്തെടുക്കാൻ ഗവൺമെന്റിന്റെ പല വിധത്തിലുള്ള ഗവൺമെന്റിന്റെ ലേബർ ക്ലാസ് മൂവ്മെന്റ്, വർക്കിംഗ് ക്ലാസിന്റെ മൂവ്മെന്റും ഫോർമേഷൻ, നമ്മുടെ മാർക്സിസം ഫോർമേഷനും കാറൽ മാർക്സിന്റെ പീരീഡിൽ നടന്നതും അതൊന്ന് ഡെവലപ്പായി വന്നതും.
ഇനി മോഡേൺ തിയറിനെ പറ്റി മോഡേണൈസേഷനെ പറ്റിയാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. തിയറിറ്റിക്കലി അല്ലെങ്കിൽ ക്രിട്ടിക്കലി എന്ന് പറയുമ്പോൾ അവിടെ ഡെവലപ്മെന്റ് ഓഫ് വളരെ കൂടുതലായിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ, ഹയർ ലെവലിലുള്ള എക്കണോമിക് ഗ്രോത്ത്, പിന്നെ ലിബറൽ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് വാല്യൂസ്, ഇതിനെയൊക്കെ മോഡേണൈസേഷൻ എന്ന് പറയുന്നുണ്ട്. അമേരിക്കൻ എക്കണോമിസ്റ്റും പൊളിറ്റിക്കൽ തിയറിസ്റ്റുമായ വൈറ്റ്മാൻ റോഡ്സോ പറയുന്നുണ്ട്. അപ്പോൾ റോഡ്സോന്റെ പ്രകാരം 4 സ്റ്റേജസ് ഉണ്ട് എക്കണോമിക്കില്. ഫസ്റ്റ് സ്റ്റേജ് ട്രഡീഷണൽ സ്റ്റേജ്, പിന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ടേക്ക് ഓഫ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ കാര്യങ്ങളും എടുത്തു പോകുന്ന ഇംപ്രൂവ്മെന്റ്, ഓരോ കൺട്രിയുടെ ടെക്നോളജി ഇംപ്രൂവ് ആവുന്നത് തേർഡ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നു. അതേമാതിരി ഫോർത്ത് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത് എപ്പോഴാണോ ആ രാജ്യം ഫൈനലായിട്ട് ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വരുന്നത് ഈ പ്രൊപ്പോണൻസ് മോഡേണൈസേഷൻ ഫെയിലിയർ ആയതുകൊണ്ടും ഒരു കോളനൈസേഷൻ, ഫോർമർ കോളനീസ് ഉള്ളത് കൊണ്ടും കുറച്ച് അൺഫേവറബിൾ കണ്ടീഷൻസ് ആയിരുന്നു ഡെവലപ്പിംഗ് കൺട്രിയിൽ. ഇനി എന്താണ് ഡെവലപ്മെന്റ്, അണ്ടർ ഡെവലപ്മെന്റിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. അണ്ടർ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റിനെ എങ്ങനെ കൊണ്ടുവരാം? അണ്ടർ ഡെവലപ്പ് ആയിട്ടുള്ള കൺട്രി, റീജിയൻ എന്ന് പറയുന്നത് അവിടുത്തെ റിസോഴ്സസിനെ നമുക്ക് ശരിയായിട്ട് ഉപയോഗിക്കാഞ്ഞിട്ടാണ്. ഉപയോഗിക്കാൻ വേണ്ടി വരുമ്പോഴാണ് അവിടെ അണ്ടർ ഡെവലപ്മെന്റ് വരിക. അപ്പൊ യൂറോപ്യൻ പവേഴ്സ് കൊളോണിയൽ പീരീഡിൽ അവർ എങ്ങനെ ഉപയോഗിച്ചോ, നമ്മളുടെ റിസോഴ്സസിനെ കോളനിയിൽ നിന്ന് ഡ്രെയിൻ ചെയ്തെടുത്തു, അവരുടെ ബെനിഫിറ്റ് ആണ് അവർ അത് ചെയ്തത്. അപ്പൊ ഈ കൊളോണിയലിസം തീർന്ന ശേഷവും ഇതേ എക്സ്പ്ലോയിറ്റേഷൻ കണ്ടിന്യൂ പോയിക്കൊണ്ടിരുന്നു കുറെ കാലം. അല്ലെങ്കിൽ ഈ ഡിപ്പെൻഡൻസി, നാച്ചുറൽ റിസോഴ്സിന്റെ ഡിപ്പെൻഡൻസിയും നമ്മളുടെ പ്രോഗ്രസിന്റെ സ്ലോനെസ്സും കാരണമാണ് ഈ കുറച്ച് ഇംപ്രൂവ്മെന്റ് ചെയ്യിക്കാൻ വേണ്ടി എല്ലാ കൺട്രികളും, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് മുഴുവനും ഡെവലപ്മെന്റ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി നിയോ ലിബറൽ എൻചാൻഡിങ് നമ്മളുടെ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ള ട്രാൻസാക്ഷണൽ കോർപ്പറേഷൻസ്, TNCS എന്ന് വേണമെങ്കിൽ പറയാം. മാനുഫാക്ചറിങ് ഗുഡ്സിനെ അവര് ട്രാൻസാക്ഷൻ വഴി അല്ലെങ്കിൽ ഒളിഗോപോളി ഗവൺമെന്റിന്റെ ലെവലില്, ഗ്ലോബൽ ലെവലില് ബിസിനസ് നടത്തുക, സ്ലോ പ്രൊഡക്ഷൻ സ്പീഡപ്പ് ചെയ്യുക, അതേമാതിരി വിറ്റ്നസ് ചെയ്യുന്ന ഡിപ്പെൻഡൻസിനെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാപിറ്റലിലേക്ക് കൊണ്ടുവരിക, നമ്മൾ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുക, ഇന്ത്യൻ മോണിറ്ററി ഫണ്ടിൽ ഉപയോഗിച്ചിട്ട് ഈ സ്റ്റേറ്റ്സിന് റോൾ ചെയ്ത വെൽഫെയർ പ്രോഗ്രാംസ് കൊണ്ടുവരിക, റോയൽറ്റീസ് കൊടുക്കുക, പ്രോഫിറ്റ്സ് കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എമൗണ്ട് മണി വരുമ്പോഴത്തേക്കും അവിടെ ഒരു ചേഞ്ച് കാണാൻ പറ്റും. അതായത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രികളും ഇൻഫ്രാസ്ട്രക്ചറും ചേഞ്ച് ആകുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ക്രിറ്റിസിസം ആണ്. ഈ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ഏത് കാര്യങ്ങൾ വന്നാലും ക്രിട്ടിക്സ് ഉണ്ടാവും, ക്രിറ്റിസിസം ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഫേസ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. ക്രിറ്റിസിസത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളുടെ കുറവുകളാണ്. അപ്പോൾ ക്രിറ്റിസിസത്തിലെ ഡിപ്പെൻഡൻസ് തിയറിനെ വളരെ ലിബറലായിട്ടും മോഡേണൈസേഷൻ തിയറിനെയും എല്ലാ തിയറിയും ക്രിറ്റിസിസം വരുന്നുണ്ട്. ലിബറലും മോഡേൺ തിയറീസിൽ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഏഷ്യൻ ടൈഗേഴ്സ് പറഞ്ഞ് സിംഗപ്പൂർ, സൗത്ത് കൊറിയ, ടൈവാൻ, ഹോങ്കോങ് അവരെയൊക്കെ നള്ളിഫൈ ചെയ്യുന്നു, ഡിപ്പെൻഡൻസ് തിയറി വേണ്ടാന്ന്. അപ്പോ ഇവരുടെ അച്ചീവ്മെന്റ് റാപ്പിഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ വഴി വന്നിട്ട് അവരുടെ മെയിൻറ്റെയിനിങ് ഒരു ഹയർ ഗ്രോത്ത് റേറ്റിലേക്ക് അവർ എത്തിപ്പെടുന്നു. അപ്പൊ ഇവരുടെ പൊസിഷൻ കോമ്പീറ്റ് ചെയ്യാവുന്ന ചാലഞ്ചസ് ആയിട്ട് അവരുടെ കൺട്രിയുടെ എക്കോണമീനെ അവർ ഗ്ലോബൽ നോർത്തിനൊപ്പം എത്തിക്കാനുള്ള പരിപാടാണ്. ഇനി ലിബറൽ തിങ്കേഴ്സ് എന്താ പറയുന്നത് വെച്ചാല് ഈ ഡിപ്പെൻഡൻസി തിയറി എത്ര കാരണം പറയാൻ റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതാണ് എന്താ പറയാ റീസൺ സക്സസിന്റെ. ഏഷ്യൻ ടൈഗേഴ്സിന്റെ ഈ പറഞ്ഞ കൺട്രികളാണ് ഏഷ്യൻ ടൈഗേഴ്സ്, സിംഗപ്പൂർ, സൗത്ത് കൊറിയ, തൈവാൻ ആൻഡ് ഹോങ്കോങ്. അവരുടെ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് അവര് സക്സസ് ആയിട്ട് വന്നതിന്റെ കാരണങ്ങൾ പറയുന്നു. ഇതിൽ ഈ ഡിപ്പെൻഡൻസി ഈസ് എ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ
ആണ് എന്നാണ് അവർ പറയുന്നത്, റാദർ ദാൻ എ തിയറി. ഇനി ലിബറൽ തിങ്കറായ ജോൺ കൊർത്തും ബ്രോഡ് റിപ്പോർട്ടും 1980 ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് റാഡിക്കൽ ഡിപ്പെൻഡൻസിനെ പറ്റി. റാഡിക്കൽ ഡിപ്പെൻഡൻസി വഴി ബേസ് ചേർന്നത് എക്കണോമിക് റിലേഷൻസ്, അതായത് എക്കണോമിക് റിലേഷൻസ് ഏതിനെ പറ്റിയാ? നേരത്തെ പറഞ്ഞ കോർ ആയിട്ടുള്ളതും പെരിഫറി ആയിട്ടുള്ള ഡിഫറൻസിനെ പറ്റിയാണ് അവിടെ പരാമർശിക്കുന്നത്. അതേമാതിരി തന്നെ ഗുണ്ടർ ഫ്രാങ്ക് ഡിപ്പെൻഡൻസിക്ക് ഒരു ഡെവലപ്മെന്റ് ഓഫ് അണ്ടർ ഡെവലപ്മെന്റിൽ വളരെ സ്ലോ പേസിലാണ് പോകുന്നു പറയുന്നു. അപ്പൊ ഇവിടെ കോറായിട്ടുള്ള ഇൻട്രസ്റ്റ് ഇല്ല. ഡെവലപ്മെന്റ് ഓഫ് പെരിഫറിയില് കോറിന് ഒട്ടും ഇഷ്ടമില്ല ഡെവലപ്മെന്റ് ഓഫ് പെരിഫറിയില്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ലിബറൽസ് ആർഗ്യൂ ചെയ്യുന്നത് കോറിന്റെ നീഡ്സിനെ പെരിഫറിയിൽ കൊണ്ടുവച്ച് ഇൻഡസ്ട്രിയലൈസേഷൻ കൂടുതൽ കൊണ്ടുവച്ച് പുതിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക, പുതിയ മാർക്കറ്റ് കൊണ്ടുവരിക. അപ്പോ ഈ മാർക്കറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുതിയ ഇൻവെസ്റ്റ്മെന്റും വേണം, മാർക്കറ്റും വേണം. അതേമാതിരി ബ്രാറ്ററ്റ് റിപ്പോർട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട് റീബാലൻസിങ് ദ വേൾഡ് എക്കണോമിക് സിസ്റ്റം. അതായത് ഗ്ലോബൽ, നേരത്തെ ഞാൻ പറഞ്ഞു സൗത്ത് ആണ്, അതേമാതിരി സൗത്ത് ആണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഉള്ളത്, ഗ്ലോബൽ നോർത്ത് ആണ് ഡെവലപ്ഡ് കൺട്രീസ് ഉള്ളത്. അപ്പൊ ഇതിനെ ഈ വേൾഡ് എക്കണോമിക് സിസ്റ്റത്തിനെ ഒന്ന് പരാമർശിച്ചിട്ട് അല്ലെങ്കിൽ അത് ഈക്വലൈസ് ചെയ്യുമ്പോഴാണ് ആ റീബാലൻസിങ് എന്നുള്ള ആ വേർഡ് അവിടെ ഉപയോഗിച്ചത്. അതിന്റെ വർക്കായിട്ട് വരുന്നത് ഒരു ഒരു വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്കിന്റെ പേരാണ് ക്രൈസിസ് ഇൻ ദ വേൾഡ് എക്കോണമി, 1980. അവിടെ ആ കാലഘട്ടത്തിൽ ഫ്രാങ്ക് ചെയ്യുന്നത് പൊസിഷനാണ് ഡെവലപ്മെന്റ് ഓഫ് അണ്ടർ ഡെവലപ്മെന്റ്, അതായത് പുരോഗതി ഇല്ലാണ്ട് കിടക്കുന്ന രാജ്യങ്ങളെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അഡ്മിറ്റ് ചെയ്യുന്നത് മുഴുവനും ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വ്യവസായം ഡെവലപ്മെന്റ് കൊണ്ടുവരിക്കണം. എവിടെ? പെരിഫറൽ സ്റ്റേറ്റ്സിൽ. അതിനുശേഷമാണ് നമ്മളുടെ ഫെർണാൻഡോ ഹാർഡിയോ കാർച്ചോ പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ബ്രസീൽ എന്ന രാജ്യത്തിന്റെ റിലേറ്റീവ് സക്സസ്, അവരുടെ സക്സസ് ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നത് റിഡക്ഷൻ ഇൻ ഇറ്റ്സ് ഡിപ്പെൻഡൻസി എന്നാണ്. അപ്പൊ അവരുടെ സക്സസിനുള്ള കാരണം, അവരുടെ ഇൻഡസ്ട്രിയുടെ സക്സസിനുള്ള കാരണം അവർ സ്വയമേ പുറത്തുനിന്ന് വരുത്താണ്ട് അമിനോന്റെ ഡിപ്പെൻഡൻസിയിൽ ഊന്നിക്കൊണ്ട് അവര് പുറത്തുനിന്നുള്ള വരവ്, അതായത് കയറ്റുമതി ഇറക്കുമതി കുറച്ചുകൊണ്ട് ആണ് അവര് ഇൻഡസ്ട്രിയൽ സക്സസ് ആയത്. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഏത് വർഷം മുതൽ? 1970 മുതൽ അവരുടെ റോ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നു, അവരുടെ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ആർട്ടിക്കിൾ ആക്കുന്നു, ആ റോ മെറ്റീരിയൽ തന്നെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോ ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇറക്കുമതി കുറയ്ക്കുക, കയറ്റുമതി കൂട്ടുക. 1970 മുതൽ അവർ കയറ്റുമതി കൂട്ടി. അങ്ങനെ അവര് ബ്രസീൽ ഇംപ്രൂവ് ആയി എന്നാണ് നമുക്ക് കിട്ടുന്ന നോളേജ്. ഇതിലെ ക്യാപിറ്റലിസം, ഓരോ കൺട്രികളിലും വരുന്ന ക്യാപിറ്റലിസം ഓപ്പർച്യൂണിറ്റീസ് ഇൻഡസ്ട്രിയലൈസേഷനിൽ കാണുന്നുണ്ട്. അതേസമയം ബ്രസീൽ ബാക്കിയുള്ളവരെ അസോസിയേറ്റ് ഡിപ്പെൻഡന്റ് ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. അതേമാതിരി തന്നെ അടുത്ത രാജ്യമായ ബൊളീവിയയിലും ഈ ഡൈനാമിക് ആയിട്ടുള്ള ഡിഫറൻസസ് കൺട്രി ടു കൺട്രി അല്ലെങ്കിൽ റീജിയൻ ടു റീജിയനിലേക്ക് മാറി വരുന്നു. പിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് മുഴുവനും പ്രോബ്ലത്തിലാണ്, ക്യാപിറ്റലിസത്തിൽ വരുന്ന പ്രോബ്ലത്തിലാണ്. അപ്പോൾ അവിടെ ആ റിലേഷൻഷിപ്പിനെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് മാർക്സിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കോറിലേക്ക് കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത്. ഇത് കൂടാണ്ട് ലിബറൽ ആൻഡ് മോഡേൺ തിങ്കേഴ്സിന്റെ ക്രിറ്റിസത്തിൽ പറയുമ്പോൾ അവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് അനാലിസിസ് ആണ്. റാഡിക്കൽ ഡിപ്പെൻഡൻസി എത്രത്തോളം ഉണ്ടായിരുന്നു, എത്രത്തോളം പെരിഫറൽ സ്റ്റേറ്റ്സിൽ അവര് ഏഷ്യൻ ടൈഗേഴ്സ് കണ്ടു നമ്മൾ കഴിഞ്ഞു. അപ്പോൾ റാഡിക്കൽ ആയിട്ടുള്ള ഡിപ്പെൻഡൻസിയും അതേമാതിരി അവരുടെ ഇംപ്രൂവ്മെന്റും ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഡൊമിനിയൻസും കാരണം അവര് ഇംപ്രൂവ് ആയി എന്ന് പരാമർശിക്കപ്പെടുന്നു. അർജന്റീനയില് പോസ്റ്റ് മാർക്സിസം തിങ്കർ ആയിട്ടുള്ള ഏണസ്റ്റ് ലേക്കോ ഡിപ്പെൻഡൻസി തിയറി വളരെ ഒരു സത്യമല്ലാത്ത ഒരു ട്രൂ മാർക്സിസ്റ്റ് അനാലിസിസ് എന്ന് എടുത്തു പറയുന്നുണ്ട് അങ്ങേരുടെ പുസ്തകത്തിൽ. അപ്പോൾ ഈ വിധത്തിൽ ഓരോ
ഫെയിലിയറും എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ് പെരിഫറൽ സ്റ്റേറ്റ്സിനെ പറ്റി അങ്ങനെ പറയുന്നത്. ഫ്രാങ്ക് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണന്റ് മാർക്സിസത്തിനാണ് അവിടെ ക്ലാസ് അനാലിസിസ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിധത്തിൽ പല വിധത്തിലുള്ള കോർ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സ്കിൽസിനെ പറ്റിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽസ്, ക്യാപിറ്റൽസ്, ടെക്നോളജി, അതേമാതിരി ഫാർമർ മേക്സിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത ഒരു ടിപ്പിക്കൽ ക്ലാസ് സ്ട്രക്ചർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവിടെ ആരോ രാജ്യത്തിനും എക്സ്പ്ലോയിറ്റേഷൻ, കോൺഷ്യസ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷന് കുറയ്ക്കാൻ പറ്റും. ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് വെസ്റ്റേൺ കൺട്രിയുടെ ക്യാപിറ്റലിസത്തിനെ ഓർഗനൈസ് ചെയ്യുന്ന മാതിരി നമുക്ക് നിർത്താൻ പറ്റുമെന്ന് മനസ്സിലാക്കണം. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വായിച്ചാൽ കിട്ടും. നന്ദി, നമസ്കാരം.